ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എച്ച് മോക്ക് ടെസ്റ്റിൽ നമ്മൾ നോക്കുന്നത് 50 ക്വസ്റ്റ്യൻസ് ആണ്. 20 ജനറൽ പേപ്പറും ബാക്കി 30 ലിറ്റററി ഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ സെറ്റപ്പ് ദ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ്? 4 ഓപ്ഷൻസ് ആണ്. ശരി ഉത്തരം രാഷ് ബിഹാരി ബോസ്. ഓക്കെ, കുറച്ച് ഫാക്ട്സും കൂടെ നമുക്കൊന്ന് പഠിക്കാം. In the year 1924, Rash Bihari Bose laid the foundation of Indian Independence League in Japan. That same year, he met Subhash Chandra Bose, which was facilitated by Veer Savarkar. This meeting sowed the early seeds of what would in the coming years become the Indian National Army. Okay, അപ്പോൾ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഒരു ഫൗണ്ടേഷനായിരുന്നു ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ്. ഈ 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഫൗണ്ടർ ആരാണെന്ന് ചോദിച്ചാലും ആൻസർ എന്ത് തന്നെയാണ്? രാഷ് ബിഹാരി ബോസ്. അത് 1940 സുഭാഷ് ചന്ദ്ര ബോസ് എന്ത് ചെയ്യുന്നത്? ഏറ്റെടുക്കുന്നത്. ഓക്കെ, സിംഗപ്പൂരിൽ വെച്ചിട്ടാണ് ഇത് ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്തൊരു സംഘടന നമുക്കൊന്ന് പഠിക്കാം. സ്വരാജ് പാർട്ടി വാസ് ഫൗണ്ടഡ് ബൈ CR ദാസ് ആൻഡ് മോത്തിലാൽ നെഹ്റു. ചിത്തരഞ്ജൻ ദാസ്, ഓക്കെ, ആൻഡ് മോത്തിലാൽ നെഹ്റു ആണ് സ്വരാജ് പാർട്ടി. ഓക്കെ, എന്നായിരുന്നു? 1923 ആഫ്റ്റർ ദ ഗയ കോൺഗ്രസ് സെഷൻ. ഓക്കെ, നെക്സ്റ്റ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ഈസ് ഇന്ത്യൻ റിപ്പബ്ലിക് ആർമി വാസ് എ ബ്രീഫ് റെവല്യൂഷണറി ഫോഴ്സ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ സൂര്യസെൻ ആൻഡ് ദ അനുശീലൻ സമിതി ഇൻ 1930. സൂര്യസെൻ, more popularly known as Master Da. He is best known for the leading ചിറ്റഗോങ് ആർമറി റെയ്ഡ് ഇൻ 1930. ഇവരുടെ വർക്ക്സ് എന്ന് പറയുന്നത് ഒരു നെക്സലൈറ്റ് പോലെയൊക്കെയാണ്. ഇവർ ഈ പോലീസ് സ്റ്റേഷൻസൊക്കെ ആക്രമിച്ചിട്ട് അവിടെ എന്ത് ചെയ്യും? അവരുടെ ആയുധങ്ങളൊക്കെ തട്ടിയെടുക്കും. അതാണ് ഈ ചിറ്റഗോങ് ആർമറി റെയ്ഡ് 1930. അപ്പോൾ ഓർത്ത് വെക്കുക, ഇദ്ദേഹത്തിൻ്റെ സംഘടന ദ ഇന്ത്യൻ റിപ്പബ്ലിക് ആർമി. ഓക്കെ, ഒന്നും കൂടെ നമുക്ക് നോക്കാം. Lala Hardayal founded the Gaddar Party. It was in the year 1930 and he was a key figure in the movement which was initially known as the Pacific Coast Hindustan Association. The Gaddar Party was an international പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് ഓഫ് ഇന്ത്യൻ മൈഗ്രൻസ്. ഇവർ അമേരിക്കയിൽ ചെന്നിട്ട് കുറേ സിഖുകാരും പഞ്ചാബികളും ഇവരൊക്കെ എന്ത് ചെയ്തു? ജർമ്മനിയെ അന്ന് ബ്രിട്ടനുമായിട്ടൊക്കെ യുദ്ധം നടന്ന സമയത്ത് അവരെ സപ്പോർട്ട് ചെയ്തു. ബ്രിട്ടനെതിരായിട്ട് ജർമ്മനിയെ സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കാനൊക്കെ വേണ്ടി വർക്ക് ചെയ്ത ഒരു പൊളിറ്റിക്കൽ ഗ്രൂപ്പാണ് ദ ഗദ്ദാർ പാർട്ടി. അതിൻ്റെ ഫൗണ്ടർ ലാല ഹർദയാൽ. നമുക്ക് ഈ സംഘടനകളൊക്കെ ഒന്ന് സമ്മപ്പ് ചെയ്യാം. ഇന്ത്യൻ നാഷണൽ ആർമി 1924 രാഷ് ബിഹാരി ബോസ്, ഇന്ത്യൻ റിപ്പബ്ലിക് ആർമി 1930 സൂര്യസെൻ, ദ സ്വരാജ് പാർട്ടി 1923 CR ദാസ് ആൻഡ് ഗദ്ദാർ പാർട്ടി 1913 ലാല ഹർദയാൽ. ഓക്കെ, യെസ്. ഹൂ വാസ് ദി ഫൗണ്ടർ ഓഫ് ദ ന്യൂസ് പേപ്പർ കേരള കൗമുദി ഇൻ 1911? ഓക്കെ, 4 ഓപ്ഷൻസ്. ശരി ഉത്തരം CV കുഞ്ഞിരാമൻ. ഓക്കെ, CV കുഞ്ഞിരാമൻ ഫൗണ്ടേഷൻ ആൻഡ് Eponymous organization was being founded by ONV Kurup to recognize the excellence in മലയാളം ലിറ്ററേച്ചർ. അപ്പോൾ മലയാള സാഹിത്യത്തിലെ നല്ല കൃതികൾക്കൊക്കെ എന്ത് ചെയ്യുന്നു? അവർ നമ്മുടെ CV കുഞ്ഞിരാമൻ പ്രൈസ് കൊടുത്തു തുടങ്ങി. അതിൽ 2024 CV കുഞ്ഞിരാമൻ പ്രൈസ് നേടുന്നത് നമ്മുടെ റൈറ്റർ സേതുവാണ്. സേതുമാധവനാണ് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫൗണ്ടേഷൻ CV കുഞ്ഞിരാമൻ ഫൗണ്ടേഷൻ ആരംഭിച്ചത് ONV കുറുപ്പാണെന്നും കൂടെ ഓർത്ത് വെക്കുക. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ കറക്റ്റ്ലി മാച്ച്ഡ്? പത്മവിഭൂഷൺ അവർ ഏത് എക്സൽഡ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ മേഖലകളും ആ വ്യക്തികളും നമുക്ക് പഠിക്കാം. ആദ്യത്തത് L സുബ്രഹ്മണ്യം, ഇന്ത്യൻ വയലിനിസ്റ്റാണ്. അതുപോലെ ശാരദ സിൻഹ, ഇന്ത്യൻ ഫോക്ക് സിംഗറാണ്. ഡോക്ടർ നാഗേശ്വര റെഡ്ഡി, ഇന്ത്യൻ ഗാസ്ട്ര എൻട്രോളജിസ്റ്റാണ്. അതുപോലെ കുമദിനി ലഖിയ, കഥക് ഡാൻസർ ആൻഡ് കൊറിയോഗ്രാഫിയാണ് അവരുടെ എക്സൽഡ് ആയിരിക്കുന്നത്. അപ്പോൾ ഈ 4 വ്യക്തികളെ ഒന്ന് പഠിച്ചു വെക്കുക. നെക്സ്റ്റ്, ദ പൂന ആക്ട് വാസ് കൺക്ലൂഡഡ് ഓൺ 24 സെപ്റ്റംബർ 1932. ഓക്കെ, കുറച്ച് ഫാക്ട്സ് നമുക്കൊന്ന് പഠിച്ചു വയ്ക്കാം. ഈ പൂന ആക്ട് ആരൊക്കെ തമ്മിലായിരുന്നു? was an agreement between Mahatma Gandhi and Dr. B.R. Ambedkar on behalf of the depressed classes and upper caste Hindu leaders on behalf of other Hindus. Okay, it was signed on September 24, 1932 at the
to end the fast undertaken by Gandhi in Yerwada Central Jail against the British government's decision to separate the electorates for the depressed classes. അപ്പോൾ ഓർത്ത് വെക്കുക, പൂന പാക്ട് ആരൊക്കെ തമ്മിലായിരുന്നു? മഹാത്മാഗാന്ധി ആൻഡ് ഡോക്ടർ BR അംബേദ്കർ. വർഷം ഓർത്ത് വെക്കുക, September 24, 1932. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ? ഈ തന്നിരിക്കുന്നതിൽ എല്ലാം ട്രൂ ആണ്. നമുക്കൊന്ന് പഠിക്കാം. വെസ്റ്റേൺ ഘാട്ട്സ് ആർ ഡിക്ലെയർഡ് എ യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റ്. വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് 2012 നമ്മുടെ പശ്ചിമഘട്ടം തിരഞ്ഞെടുക്കപ്പെട്ടത്. ആനമുടി അറ്റ് 2695 meters is the highest peak. Okay, it spans across 6 Indian states. ഏതൊക്കെയാ? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരള, തമിഴ്നാടു. ഓക്കെ, ആൻഡ് വെസ്റ്റേൺ ഘാട്ട്സും ഈസ്റ്റേൺ ഘാട്ട്സും തമ്മിൽ എന്താണ് ഒന്നിക്കുന്ന സ്ഥലമാണ് നീലഗിരി ഹിൽസ് ഇൻ തമിഴ്നാടു. അപ്പോൾ ഇത് 4 ഫാക്ട്സും ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ഒപ്പീനിയൻസ് ഈസ് നോട്ട് ആൻ അയൺ പെസ്റ്റൽ ഈസ് എ സെയിങ് ബൈ സി കൃഷ്ണൻ. ഓക്കെ, അഭിപ്രായം എന്ന് പറയുന്നത് ഒരു ഇരുമ്പ് ദണ്ടല്ല എന്ന് അഭിപ്രായപ്പെട്ടത് സി കൃഷ്ണനാണ് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, മിതവാദി കൃഷ്ണൻ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനൊക്കെ പഠിച്ചതാണ്. ഓക്കെ, ശരി. നെക്സ്റ്റ്, ദ ഉദ്യോഗ് മണ്ഡൽ കനാൽ ഈസ് എ പാർട്ട് ഓഫ് വിച്ച് നാഷണൽ വാട്ടർവേ? നാഷണൽ വാട്ടർവേ 3 ആണ്. അത് എവിടം തൊട്ടാണ്? കേരളത്തിലാണ് അല്ലേ? കൊല്ലം തൊട്ട് കോട്ടപ്പുറം, കൊച്ചി കോട്ടപ്പുറം വരെയാണിത് കിടക്കുന്നത്. അപ്പോൾ അതിലെ എന്താണ് 2 പ്രധാന കനാലുകളാണ്. ഒന്ന് ഉദ്യോഗമണ്ഡൽ, മറ്റൊന്ന് ചമ്പക്കര കനാൽ. ഓക്കെ, യെസ്. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ മെറ്റമോർഫിക് റോക്ക്? ശരി ഉത്തരം ലൈം സ്റ്റോൺ. ഓക്കെ, അപ്പോൾ ലൈം സ്റ്റോൺ ഏത് റോക്കാണ്? ബാക്കി 3 ഓപ്ഷൻസ് മെറ്റമോർഫിക് റോക്കിൻ്റെ ആണ്. മാർബിൾ, ക്വാർട്സൈറ്റ്, സ്ലേറ്റ്. ഓക്കെ, ഇഗ്നിയസ് റോക്കാണ് ഗ്രാനൈറ്റും ബസാൾട്ടും. സെഡിമെൻ്ററി റോക്സ് ആണ് നമ്മുടെ സാൻഡ്സ്റ്റോണും ലൈം സ്റ്റോണും അല്ലേ? യെസ്. അപ്പോൾ ഓർമ്മയിരിക്കുമല്ലോ, ഈ സെഡിമെൻ്ററി റോക്ക് എന്താണെന്ന് അറിയാമല്ലോ. നമുക്ക് ഈ എന്താണ് ഒഴുക്ക് വെള്ളത്തിലൊക്കെ സെഡിമെൻറ്റ്സ് ഒഴുകി വന്ന് ഉണ്ടായി വരുന്ന റോക്സാണ് സെഡിമെൻ്ററി റോക്സ് അല്ലേ? ലാവ പൊട്ടി തെറിച്ചിട്ടൊക്കെ ഇഗ്നിയസ് റോക്സ് ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദി ക്ലൗഡ് ഈസ് ആൻ ഇൻഡിക്കേറ്റീവ് ഓഫ് ക്ലിയർ ആൻഡ് ഡ്രൈ വെതർ? അത് സിറസ് മേഘങ്ങളാണ്. ഇതാണ് സിറസ് മേഘങ്ങളെ. ഇവയെ മേയേഴ്സ് ടെയിൽ അല്ലെങ്കിൽ ഹോഴ്സ് ടെയിൽ എന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, നിംബസ് എന്ന് പറഞ്ഞാൽ അറിയാം, മഴമേഘങ്ങൾ, വാട്ടർ വേപ്പർ കൊണ്ടുപോകുന്ന വലിയ കറുത്ത മേഘങ്ങൾ. എന്നാൽ ഇടിമിന്നൽ മേഘങ്ങളാണ് നിംബസ്, എന്താണ് ക്യൂമുലസ്. ഓക്കെ, നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരാവേ. ഇത് ഈ തന്നിരിക്കുന്ന ചിത്രത്തിൽ കാണുന്ന മേഘങ്ങൾ, അതായത് പഞ്ഞിക്കെട്ട് പോലെ കാണുന്ന നീലാകാശം മുഴുക്കെ ഇങ്ങനെ കാണുന്ന ഈ മേഘങ്ങളുടെ പേരെന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അണ്ടർ വിച്ച് 5-year പ്ലാൻ ദ സ്റ്റേറ്റ് പ്ലാന്റ് റൂർക്കേല ആൻഡ് ദുർഗാപൂർ വെയർ എസ്റ്റാബ്ലിഷ്ഡ്? അത് സെക്കൻഡ് 5-year പ്ലാനിലാണ്. ഈ സെക്കൻഡ് 5-year പ്ലാനിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്, PC മഹലനോബിസ്. അപ്പോൾ നമുക്ക് കുറച്ച് ഇരുമ്പുരുക്ക് ശാലകളും അവയെ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളും അവയെ നിർമ്മിക്കാൻ സഹായിച്ച രാജ്യങ്ങളും ഒന്ന് പഠിച്ചാലോ? യെസ്. ഓക്കെ, റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് established in 1959 Odisha with the collaboration of West Germany. Okay, Bhilai steel plant 1959 Chhattisgarh, collaboration of Russia. Durgapur steel plant 1962 West Bengal, collaboration of United Kingdom or Britain. Bokaro steel plant 1964 Jharkhand with the collaboration of Russia. ഇതിന് ഒരു കോഡുണ്ട്, ഞാനൊന്ന് പറയാം. അത് എല്ലാവർക്കും അത് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നറിയത്തില്ല, എന്നാലും ഞാൻ ഓർത്ത് വെച്ച് അങ്ങനെയാണ്. അതായത് റൂർക്കേല RUOJ, റൂർക്കേല O ഒഡീഷ, ജ ജർമ്മനി, RUOJ. അടുത്തത് ഭിജറ, ഭിലായി ഛത്തീസ്ഗഡ്, റഷ്യ, ഭിജറ രണ്ടാമത്തെ കോഡ്. ഇനി ദുബാപ്രി, ദുർഗാപൂർ ബംഗാൾ, ബ്രിട്ടൻ, ദുബാബ്രി. പിന്നെ ബൊക്കാറോ ജാർഖണ്ഡ്, റഷ്യ, ബൊജറ. ഓക്കെ, ബൊജറ. അപ്പോൾ ആദ്യത്തത് റുവോജ, ഭിജറ രണ്ടാമത്തത്, ദുബാപ്രി 3, ബൊജറ. ഓക്കെ, അത് കണക്ട് ചെയ്യാൻ പറ്റിയാൽ മതി, അല്ലെങ്കിൽ നമുക്കല്ലാതെ തന്നെ പഠിച്ചു വെക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. CCE മീൻസ് comprehensive and continuous evaluation. Okay, ability to solve and cultivate critical and creative reasoning.
ആർ ദ ഫോക്കസ് ഓഫ് വിച്ച് ലെവൽ ഓഫ് ടീച്ചിങ്? ദാറ്റ് ഈസ് റിഫ്ലക്റ്റീവ് ലെവലാണ്, ഓർത്ത് വെക്കുക. വിച്ച് ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ ഫോക്കസ് ഓൺ ദ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഡെഫിഷ്യൻസി ആൻഡ് ഡിഫിക്കൽട്ടീസ് ഓഫ് ദ ലേണർ? ദാറ്റ് ഈസ് ഡയഗ്നോസ്റ്റിക് എവാലുവേഷൻ. എ ഹിസ്റ്റോറിക്കൽ ടീച്ചർ arranges a visit of students to local historical monuments while teaching ancient Indian culture. This is an example of experimental teaching. Okay. The filtration theory of education is given by Lord Macaulay. Orthvika. Okay. A teaching approach which attempts to help students to question and challenge domination and the belief of practice that dominates. That is critical pedagogy. Okay. Who has appointed as the new Chief Secretary of Kerala? 2025 ഏപ്രിൽ 30 2025 കേരള ചീഫ് സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ എ ജയന്ത് തിലകാണ്. ഓർത്ത് വെക്കുക, ജയതിലകാണ്. ഇദ്ദേഹമാണത്, ഓർത്ത് വെക്കുക. നമ്മുടെ കേരളത്തിൻ്റെ പുതിയ ചീഫ് സെക്രട്ടറിയാണ്. ഏപ്രിൽ 30 2025 തിരഞ്ഞെടുത്തു. അടുത്തത്, ഹൂ ആർ ദ വിമൻ ഓഫീസേഴ്സ് ഇൻ ഓപ്പറേഷൻ സിന്ദൂർ? ഒരാൾ നമ്മുടെ വിങ് കമാൻഡറാണ് വ്യോമിക സിംഗ്, മറ്റേ ആൾ കേണൽ സോഫിയ ഖുറേഷി. ഓക്കെ. മാച്ച് ദ ഫോളോയിങ് പാർട്ടിക്കുലേഴ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വിത്ത് ദെയർ പാർട്സ്. ഓക്കെ. അവരുടെ സബ്ജക്ട്സും ആർട്ടിക്കിൾസും അവരുടെ പാർട്സും 4 നമുക്ക് ആദ്യം പഠിക്കാം. പാർട്ട് 1 ഇത് കറക്റ്റായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. യൂണിയൻ ടെറിട്ടറി ആർട്ടിക്കിൾ 1 to 4 ആണ്. പാർട്ട് 2 സിറ്റിസൺ 5 to 11 ആണ്. പാർട്ട് 3 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് 12 to 35 ആണ്. പാർട്ട് 4 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി 36 to 51 ആണ്. ഓക്കെ. അപ്പോൾ 4 പാർട്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു ക്വസ്റ്റ്യൻ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് തരാം. ടോട്ടൽ ഇപ്പോൾ ഇന്ത്യയിൽ എത്ര പാർട്സ് ഉണ്ട്? ഓക്കെ. ആർട്ടിക്കിൾസ് 395 ആർട്ടിക്കിൾസ് ആണുള്ളത്. ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്ത പാർട്സ് എത്രയാണ് ഉള്ളതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ്, ഹൂ ഈസ് നോൺ ആസ് ദി വാട്ടർമാൻ ഓഫ് ഇന്ത്യ? ദാറ്റ് ഈസ് ഡോക്ടർ രാജേന്ദ്ര സിംഗ് ആണ് ഇന്ത്യൻ വാട്ടർമാൻ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ. നെക്സ്റ്റ് ലിറ്റററി ഭാഗത്തേക്ക് കടക്കുന്നു. ദ ഗോഡസ് ഓഫ് വിച്ച് ക്രാഫ്റ്റ് ഹു ഹെൽപ്പ് ദ 3 witches work their mischief on Macbeth? That is Hecate. Okay. Yes. What, according to Dr. S. Radhakrishnan, are the obstacles of national development? Ignorance, disease and poverty are the obstacles of national development according to Dr. S. Radhakrishnan. Post-colonial literature often explores the theme of cultural heredity and identity. Okay. Which author is known for their work on the concept of subaltern in post-colonial theory? That is Gayatri Chakravarti Spivak. Okay. Is known for the concept of subaltern in post-colonial theory. അപ്പോൾ നമ്മൾ ഈ ക്രിറ്റിസിസത്തിൽ പോസ്റ്റ്-കൊളോണിയൽ ലിറ്റററി പാർട്സ് ആണ് നമ്മൾ എടുക്കുന്ന ഒരു 3-4 ക്വസ്റ്റ്യൻസ് നമുക്ക് അതുമായിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ മെയിൻ ഫോക്കസ് ഓഫ് പോസ്റ്റ്-കൊളോണിയൽ ലിറ്റററി ക്രിറ്റിസിസം? ദാറ്റ് ഈസ് എക്സാമിനിങ് ദ ഇൻഫ്ലുവൻസ് ഓഫ് കൊളോണിയലിസം ഓൺ ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ. അല്ലേ, നമ്മുടെ ബ്രിട്ടീഷുകാരൊക്കെ വന്ന് ഭരിക്കുകയും അത് നമ്മളെ സാഹിത്യത്തിനെയും നമ്മുടെ സംസ്കാരത്തെ എങ്ങനെ എന്ത് ചെയ്യുന്നു, സ്വാധീനിച്ചു എന്നുള്ളതാണ്. ഓക്കെ, ഇവിടുത്തെ ആൻസർ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ കോൺട്രപഞ്ച്വൽ റീഡിംഗ്? കോൺട്രപഞ്ച്വൽ റീഡിംഗ് എന്ന് പറഞ്ഞാൽ എഡ്വേർഡ് സെറ്റ് കൊണ്ടുവന്ന ഒരു എന്താണ് ഫോക്കസാണ്. നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് റീഡിംഗ് ദാറ്റ് അക്നോളേജ് ദ പ്രസൻസ് ആൻഡ് ദ പെർസ്പെക്റ്റീവ് ഓഫ് കോളനൈസ്ഡ്. ഓക്കെ. നെക്സ്റ്റ്, what is mimicry as authorized by Homi K. Bhabha? Okay, that is a strategic performance by the colonized that both imitates and subvert the colonized power. Okay, idana Homi K. Bhabha. Next question, the glass menagerie by Tennessee William is considered as a highly autobiographical. ഓക്കെ, ഇദ്ദേഹമാണ് ആ സിഗാറൊക്കെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് നമ്മുടെ ടെന്നസി വില്യം. ഓക്കെ, ഇത് ഓട്ടോബയോഗ്രഫിക്കൽ നേച്ചറാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു വർക്ക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ പോയം ഇൻട്രൊഡക്ഷൻ വാട്ട് ഡസ് കമല ദാസ് യൂസസ് ടു എക്സ്പ്രസ് ഹർ ഇമോഷൻ ആൻഡ് തോട്ട്സ്? സിമ്പിൾ ആൻഡ് ഡയറക്റ്റ് ലാംഗ്വേജ് ആണ് ഇവിടെ കമലാദാസ് ഉപയോഗിച്ചിരിക്കുന്നത്. How does the poem reflect the social context
of the time in the poem an introduction by portraying the constraint and the expectation placed on woman in a patriarchal society. Okay, the poem reflect the social contrast എന്താണ് എന്ന് ചോദിച്ചാൽ ഇതാണ് ആൻസർ അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the central theme of A.K. Ramanujan's obituary? The transience of life. Okay, next. The poem Obituary appears in the collection Relations, which was published in 1971. The phonetic symbol A represent the schwa sound. Okay, answer. അതായത് ഇതിനെ ലേസി വൗവൽ എന്നൊക്കെ പറയുന്നു. വൗവൽസ് എല്ലാം അങ്ങനെയാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഷ്വ സിമ്പിളാണ്, അതായത് ഈനെ തിരിച്ചിട്ട സിമ്പിൾ അല്ലേ. ഇപ്പം AGO എഗോ, അതിനെ നമുക്ക് സ്പീഡിലൊക്കെ പറയുമ്പോൾ അഗോ. എ കപ്പ് ഓഫ് ടീ, എ കപ്പ് ഓഫ് ടീ, എ കപ്പ് ഓഫ് ടീ എന്ന് പറയുമ്പോൾ അവിടെ എ കപ്പ് എ ടീ എന്ന് പറയും. ആ ഓഫ് പ്രിപ്പോസിഷനെയും ഇതിനെന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യും അല്ലേ. നമ്മൾ ഒരു ലേസി വൗവൽ എന്നാണ് പറയുന്നത്. ഈ ഷ്വാ സൗണ്ട് എന്നാണ് ഇതിനെ, ഈ ഒരു ഈ തിരിച്ചിട്ട സിമ്പിൾ നമ്മൾ ഓർത്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ വോയിസ്ഡ് സൗണ്ട്സ്? ഇതാ ഇവിടെ തന്നിട്ടുണ്ട്. ആൻസർ വ് ആണ്. വോയിസ്ഡ് ആൻഡ് അൺവോയിസ്ഡ്, അതായത് നോ വൈബ്രേഷൻ, മറ്റേതാണെങ്കിൽ വൈബ്രേഷൻ വരുന്ന സൗണ്ടുകൾ അല്ലേ. വ്, ജ്, ഗമ്മ്, ജ്, ഗ, ബ, സ, ഡ, ഴ, ട്, ദ. ഓക്കെ, യെസ്. പ്ലഷ, ഴ സൗണ്ട്, അതുപോലെ ദ, അതുപോലെ എന്താണ് ജ്. ഓക്കെ, ഇതൊക്കെയാണ് വോയിസ്ഡ് സൗണ്ട്സ്. നമ്മളൊന്ന് ഓർത്ത് വെക്കുക. ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. വോയിസ്ഡ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അൺവോയിസ്ഡ് നമുക്ക് ഓർമ്മ വരുമല്ലോ. ഓക്കെ, അതും ക്വസ്റ്റ്യനായിട്ട് വരുന്നുണ്ട് കേട്ടോ. അൺവോയിസ്ഡ് സൗണ്ട്സ് നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഫ്രിക്കേറ്റീവ് സൗണ്ട്? തന്നിരിക്കുന്നതിൽ ഫ്രിക്കേറ്റീവ് സൗണ്ട് സ് ആണ് അല്ലേ. സോ, അതുപോലെ സെൻ. ഓക്കെ, ടോട്ടൽ 9 ഫ്രിക്കേറ്റീവ് സൗണ്ട്സ് ആണുള്ളത്. ഫ്, വ്, ട്, ദ, സ, ഷ് ആൻഡ് ഹ. ഓക്കെ, ഹാർഡ്. ഓക്കെ, ഇത് ഇത്രയാണ് ഫ്രിക്കേറ്റീവ് സൗണ്ട്സ്. ഓക്കെ, നെക്സ്റ്റ്. ദ IPA ഇൻ്റർനാഷണൽ ഫോണറ്റിക് ആൽഫബറ്റ് ഈസ് എന്താണ്? ഇറ്റ്സ് എ സിസ്റ്റം ഓഫ് ഫോർ റൈറ്റിംഗ് ഡൗൺ സൗണ്ട്സ് യൂസിങ് എ സ്റ്റാൻഡേർഡ് സെറ്റ് ഓഫ് സിംബൽസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. How many vowel sounds are there in English language? 20. 12 monophthongs and 8 diphthongs. Okay. What is the primary function of the glottis? To vibrate and create voiced sounds. Okay. How does Henry Higgins define phonetics? It's a science of speech. Okay. What is Henry Higgins able to discern by listening to people's speech? Their origin ആണ് ഇവിടുത്തെ ശരി ഉത്തരം. ഓക്കെ, ഇത് ഏത് കൃതിയാണ് എന്തൊക്കെയാണെന്നുള്ളത് പെട്ടെന്ന് ഹെൻറി ഹിഗിൻസ് എന്ന് പറയുന്ന ക്യാരക്ടർ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ വരും അല്ലേ. പിഗ്മാലിയൻ, ഡോക്ടർ ഷായുടെ. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതായിരുന്നു. വേർ ഡു ഹെൻറി ഹിഗിൻസ് ആൻഡ് കേണൽ പിക്കറിംഗ് ഡിസൈഡ് ടു ഗോ ആഫ്റ്റർ റെക്കഗ്നൈസിങ് ഈച്ച് അതർ ടു ഡിന്നർ? ഓക്കെ, അപ്പോൾ പിഗ്മാലിയൻ എന്താണ് GB ഷായുടെ വർക്ക് ചെയ്യുന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which two of the following correctly describes the features of Wuthering Heights? That is option A and D. Flashback and time shift, acute evocation of places. Okay. Emily Bronte. Okay. Yes. Which of the following sentences are correct? ഇവിടെ എല്ലാം കറക്റ്റാണ്. നമുക്കൊന്ന് വായിക്കാം. Hindley will be the master of Wuthering Heights when Mr. and Mrs. Earnshaw dies. ശരി ഉത്തരമാണ്. Heathcliff is an orphan adopted by Mr. and Mrs. Earnshaw. Yes, true. Nellie tells Lockwood the story of Wuthering Heights. അതും ശരിയാണ്. Heathcliff daughter-in-law is a beautiful girl whom Lockwood finds in the sitting room. Okay. Next question. When was Death of Salesman staged first? Okay. ഈ തിയേറ്ററിലാണ് ഇത് ആദ്യമായിട്ട് സ്റ്റേജ് ചെയ്തത്. ഏത് വർഷമാണ്, ഇത് ഏത് തിയേറ്ററാണെന്നും കൂടെ ഒന്ന് പഠിക്കാം. ദാറ്റ് വാസ് ഇൻ February 10, 1949. ഓക്കെ, ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ശരി ഉത്തരം. ഓൺ ദ ബ്രോഡ്വേ ഓഫ് ദി മൊറോസ്കോ തിയേറ്റർ. ഓക്കെ, യെസ്. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ്ലി മാച്ച്ഡ് പെയേഴ്സ്. കറക്റ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒരു മെത്തഡോളജിയും പിന്നെ അത് കണ്ടുപിടിച്ച ആൾക്കാരുമാണ്. സൈലൻറ്റ് വേ, കാലബ്, ഗെറ്റ് ഗോൺ,
അതുപോലെ സജസ്റ്റോപീഡിയ, ജോർജി ലൊസാനോ, CLL, ഓക്കെ, that is Charles Arthur Curran, and TPR, James Asher. TPR, Total Physical Response. Okay, Communicative Language Learning, Charles. Okay, Total Physical Response, James Asher. അല്ലേ? Suggestopedia, Georgie, and Silent Way, Caleb. ഓക്കെ, നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ നോക്കാം. വിച്ച് ഓഫ് ദി സെൻറ്റൻസസ് ആർ ട്രൂ? ഇതിലെല്ലാം ശരിയാണ്. ഗ്രാമർ ടീച്ചിങ് മെത്തേഡ് വാസ് മോസ്റ്റ് പോപ്പുലർ മെത്തേഡ് ഓഫ് ടീച്ചിങ് ലാംഗ്വേജ് ടിൽ ദ എമർജൻസ് ഓഫ് ഡയറക്റ്റ് ലാംഗ്വേജ്. ശരി ഉത്തരം. ഡയറക്റ്റ് മെത്തേഡ് അവോയ്ഡ്സ് ദ യൂസ് ഓഫ് L1 ആൻഡ് L2 ലേണിംഗ്. യെസ്, അവോയ്ഡ് ആണ്, അവാർഡ്സ് അല്ല, അവോയ്ഡ് ആണ്. സോറി, സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ടീച്ചേഴ്സ് ഡയറക്റ്റ് ഇൻ്റർവെൻഷൻ ഈസ് മിനിമൽ ഇൻ സൈലൻറ്റ് മെത്തേഡ്. അതും ശരിയാണ്. കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് ലേണിംഗ്, ഓക്കെ, CLL, ക്യാൻ ബി റിലേറ്റഡ് ടു സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. ഓക്കെ, ഈ 4 ഓപ്ഷൻസും ശരിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിസോർഡർ റിലേറ്റഡ് ടു ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ ഈസ്, ദാറ്റ് ഈസ് അഫാസിയ. ഓക്കെ, എന്താണ് ഈ അഫാസിയ ആൻഡ് അപ്രാക്സിയ? നമുക്കൊന്ന് പഠിച്ചു വയ്ക്കാം. ഡിസപ്രക്സിയ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. ഈ അഫാക്സിയ എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ് നമുക്ക് മനസ്സിലാക്കി എടുക്കാനുള്ള, അതായത് ഇമ്പയർ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ആണ്. നമുക്ക് ബ്രെയിൻ എന്തെങ്കിലുമൊക്കെ ഇഞ്ചുറീസ് വരുന്ന കാരണം നമുക്ക് ഭാഷ മനസ്സിലാക്കാൻ പറ്റുന്ന ചലഞ്ചസ് ഇൻ സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ്, അല്ലേ, നമ്മളെല്ലാത്തിനെയും അത് ബാധിക്കും. എന്നാൽ അപ്രാക്സിയ എന്ന് പറയുന്നത് സ്പീച്ച് മോട്ടോർ സ്കില്ലിനെ മാത്രം ബാധിക്കുന്ന ഒന്നാണ്. ഓക്കെ, ക്യാൻ ബി ഡെവലപ്ഡ് ഓർ അക്വയർഡ്. അതിനെ നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാം. ഡിഫിക്കൽട്ടി ഇൻ പ്രൊനൗൺസിങ് സൗണ്ട്സ് ആൻഡ് റിഥം ഇഷ്യൂസൊക്കെയാണ് ഈ അപ്രാക്സിയയുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ്. ലേണിംഗ് ഡിസബിലിറ്റീസ് മേ ഒക്കർ നോട്ട് ഡ്യൂ ടു വിച്ച് ഓഫ് ദി ഫോളോയിങ്. ഇതിൽ ലേണിംഗ് ഡിസബിലിറ്റീസ് വരാതിരിക്കുന്ന അല്ലെങ്കിൽ ഡിസബിലിറ്റീസിന് കാരണമാകാത്ത ഒന്ന് കൾച്ചറൽ ഫാക്ടറാണ്. ബാക്കിയൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ വരാം, അല്ലേ? സെറിബ്രൽ അല്ലെങ്കിൽ ഇമോഷണൽ ബിഹേവിയർ ഡിസ്റ്റർബൻസ് ഒക്കെ നമുക്ക് ബാധിക്കാം ലേണിംഗ് എബിലിറ്റീസ്. ഇതിൽ ബന്ധപ്പെടാത്തത് കൾച്ചറൽ ഫാക്ടേഴ്സാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് സ്റ്റേറ്റ് ഈസ് നോട്ട് ട്രൂ ഇൻ കോണ്ടെക്സ്റ്റ് ഓഫ് ലേണിംഗ് ആൻഡ് അക്വിസിഷൻ? അല്ലേ, ലേണിംഗ് അക്വിസിഷനൊക്കെ നമുക്കറിയാമല്ലോ, സ്റ്റീഫൻ ക്രേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടത്. ഇതിൽ വരാത്തത് ഏതാണെന്ന് ഞാൻ ചോദിച്ചിരിക്കുന്നത്. അക്വിസിഷൻ ഹെൽപ്പ് ഇൻ കോഗ്നിറ്റീവ് എബിലിറ്റീസ്. ഓക്കെ, അത് ഇവിടെ എന്ത് ചെയ്യുന്നില്ല, അത് വരുന്നില്ല, അല്ലേ? നെക്സ്റ്റ്. ഡെഫിനിഷൻ ഓഫ് അക്വിസിഷൻ അക്കോർഡിംഗ് ടു സ്റ്റീഫൻ ക്രേഷൻ, ദാറ്റ് ഈസ് എ subconscious process that the child doesn't know that he acquires. അല്ലേ, നമ്മളൊരു ഭാഷ പഠിക്കുന്നു അല്ലെങ്കിൽ അതിനെ സ്വാംശീകരിച്ചെടുക്കുന്നത് നമ്മൾ അറിയാതെ നമുക്ക് ഉള്ളിൽ സംഭവിക്കുന്നതാണ് എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ സ്റ്റീഫൻ ക്രേഷൻ. അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഡയലോഗാണ്, ലാംഗ്വേജ് ലേണിംഗ് ഈസ് അബൌട്ട് നോയിങ് ഹൗ ടു ഡു ഇറ്റ് ആൻഡ് സേയിങ് വിത്ത് ഇറ്റ്. എനിബഡി ക്യാൻ ഡു ഇറ്റ്. ആർക്കും ലാംഗ്വേജ് ലേണിംഗ് പഠിക്കാം, അല്ലേ? ഒരു പോസിറ്റീവായിട്ടുള്ള അദ്ദേഹം മാതൃഭാഷയുടെ സഹായത്തോടെ എന്ത് പഠിക്കണമെന്ന് പറഞ്ഞതാണ്? യെസ്, നമ്മുടെ ഫോറിൻ ലാംഗ്വേജ് പഠിക്കണമെന്നുള്ള കൺസെപ്റ്റൊക്കെ മുന്നോട്ട് വെച്ച ഒരു പെഡഗോജിസ്റ്റാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇന്നത്തെ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വിലയേറിയ കമൻറ്റും രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.